നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ മന്തി തയ്യാറാക്കാം. അതിനായിട്ട് തൊലിയോടുള്ള ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ചിക്കൻ കഴുകി ഫ്രഷായി എടുത്ത് അതിനകത്ത് വെള്ളമെല്ലാം ഫ്രൈ ആയി ശേഷം നമുക്കൊരു ഫോർക്കോ എന്തെങ്കിലും ഒരു കത്രിയോ ഉണ്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് കുത്തി കൊടുത്തിട്ട് എല്ലാ സ്പൈസസും നമുക്ക് കൊടുക്കാം. അത് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഒനിയൻ, ഒരു ക്യാപ്സിക്കം, 3 പച്ചമുളക്, 4 ചിക്കൻ ക്യൂബ്, അരി ക്യൂബ്, ഒരു ഡ്രൈ ലെമൺ, പിന്നെ ഓൾ സ്പൈസസ്, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ബേ ലീവ്സ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഇതെല്ലാം കൂടി നന്നായിട്ട് ചിക്കനകത്ത് പിടിക്കുന്ന രീതിയിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് മല്ലിയില, പുതിനയില, അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മൾ എടുത്തേക്കും. അതുകൂടെ തേച്ച് നമുക്ക് നല്ല രീതിയിൽ ചിക്കനകത്ത് തേച്ച് പിടിപ്പിക്കും. അതിലേക്ക് 1 സ്പൂൺ 2 സ്പൂൺ മുളക് പൊടി കൂടെ തേച്ച് നമുക്ക് നല്ലത് ഒഴിച്ച് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് ശേഷം നമുക്ക് അത് അടുപ്പ് കത്തിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഒരു സൈഡ് ചിക്കൻ വെന്ത ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും അങ്ങനെ ഒരു 5 മിനിറ്റ് ഇടവിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ചെറിയൊരു മറിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിരിക്കുന്ന അരി കുക്ക് ചെയ്യാനുള്ള വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തും കുറച്ച് സ്പൈസസ് ഇട്ട ശേഷം ഒരു അര മുറി നാരങ്ങ നീര് കൂടെ പിഴിഞ്ഞ ശേഷം അതിലേക്ക് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഞാൻ അതിലേക്ക് കീറിയിടുന്നുണ്ട്. നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുന്നത് നമ്മുടെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, റൈസ് ഒട്ടിപ്പിടിക്കാനാണ് നാരങ്ങ നീര് തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചിക്കൻ സൈഡും എല്ലാം ഒന്ന് വേവിച്ചെടുക്കും. അതിനുശേഷം നമുക്ക് കഴുകി വാർത്തെടുത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് അരി ഊറ്റി മാറ്റി വെക്കാം. ആ അരി വെന്ത ചോറ് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ദം ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഒരു അരപ്പും മസാല എല്ലാം കൂടി അതിലേക്ക് ചേർത്ത ശേഷം നമ്മൾ ഈ വേവിച്ച ചിക്കനും കൂടെ അതിൽ വെച്ച് നമുക്ക് അതിനകത്ത് കുറച്ച് പച്ചമുളക്, 3-4 പച്ചമുളക് വെക്കുന്നുണ്ട് ദം ഇടാൻ വേണ്ടി. പക്ഷേ അതിനകത്ത് കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ഇതിനൊരു ചട്നി തയ്യാറാക്കാം. ഒരു മല്ലിയുടെ കൂടെ കിട്ടുന്ന ഒരു ചട്നി ഉണ്ടല്ലോ, പിന്നെ മല്ലി എല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു ചട്നി. അതിനായിട്ട് ഞാനൊരു 2 സവാള, ഒരു തക്കാളി, മല്ലിയുടെ പുതിന, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി അല്ലി, ഉപ്പും വിനാഗിരി ചേർത്ത് നല്ലതുപോലെ നമുക്ക് ചോപ്പ് ഇതുണ്ടെങ്കിൽ അതിനകത്ത് നല്ലപോലെ ചോപ്പ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മുടെ ചോറ് വേവിക്കാൻ വെച്ച് ദം ചെയ്യാൻ വെച്ചിരുന്ന ചോറ് ഇവിടെ വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അരിയൊക്കെ. എന്നിട്ട് നമുക്ക് അതൊന്ന് ആ ചിക്കൻ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ആ റൈസ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഒന്ന് ആ ഫ്ലേവർ, ആ മസാലയും എല്ലാം ആ റൈസ് ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് ഒന്ന് വെക്കാം. നമുക്ക് വേറൊരു ബൗളിലേക്ക്, ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം.